ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം കേച്ചർ DC മീഡിയ. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടിയാഗോ EV. ഇതിന്റെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇരിക്കാനുണ്ട്, 0 to 100. അതുപോലെ തന്നെ ഇതിന്റെ ഹിൽ ഹോൾഡ് കൊടുത്തില്ല. പക്ഷേ ഹിൽ ഹോൾഡ് ഇല്ലാണ്ട് ഈ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, ഈ ഒരു EV വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പെർമനന്റ് സിംഗിൾസ് മോട്ടറാണ് ഇത് വരുന്നത്. അതിൽ തന്നെ 55 kW കിലോവാട്ടിന്റെ മോട്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ 24 kWh ബാറ്ററിയും വന്നിട്ടുണ്ട്. പിന്നെ പവർ പറയുകയാണെങ്കിൽ 74 bhp 114 Nm ടോർക്കാണ് ഇത് വരുന്നത്. നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട്. ടൈമർ എടുത്ത് സെറ്റ് ചെയ്ത് നോക്കി. ടൈമർ എല്ലാം ഇതായിക്കണം. എന്റെ കയ്യിൽ പിടിച്ചോ. ടൈമർ ഇതിൽ കാണുന്നു, ആ സ്പീഡ് രണ്ടും കാണും. അപ്പോൾ നമ്മൾ ഇത് നിർത്തിയിട്ടുണ്ട്. ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവ് മോഡിലാണുള്ളത്. ഇതിൽ രണ്ടും ഉണ്ട്, സ്പോർട്സ് മോഡും ഉണ്ട്, ഡ്രൈവ് മോഡും ഉണ്ട്. നമുക്ക് ആദ്യം ഡ്രൈവ് മോഡിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്തു. 3:30. നൂറ് 18 സെക്കൻഡ്. ഇത് നമ്മൾ രണ്ടാമത്തെ ട്രൈ ആണ്. ഇനിയിപ്പോ സ്പോർട്സ് മോഡിലാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഡ്രൈവ് മോഡ് മാറ്റി സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് ഒന്ന് ക്ലിയർ ആവട്ടെ, മൂവ് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആവട്ടെ. അപ്പോൾ ഇത് റോഡ് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്പോർട്സ് മോഡിലാണുള്ളത്. 46 49 50 60 63 65 70 77 80 89 93 98 100 15 സെക്കൻഡ്. അപ്പൊ നമ്മള് ഇപ്പൊ AC ഓഫ് ചെയ്തിട്ടുണ്ട്. AC ഓഫ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ട്രാക്ഷൻ ഇല്ല ഓഫ് ചെയ്യാൻ, അതുകൊണ്ട് ട്രാക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഐഡിയൽ ആയിട്ട് വെച്ചു. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എത്ര സമയം കിട്ടിയ? അപ്പൊ ഇത് 11 സെക്കൻഡ് ആണ് നമുക്ക് സ്പോർട്സ് മോഡില് AC ഓഫ് ചെയ്തിട്ടില്ല കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അല്ലാതെ നോർമൽ ഡ്രൈവ് മോഡില് 18 സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ ഒറ്റ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ഹിൽ ഹോൾഡ് ഇതിൽ കൊടുത്തില്ല, ഹിൽ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തില്ല. പക്ഷെ എങ്ങനെ ഇത് പെർഫോം ചെയ്യും, അതായത് നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിന്റെ സർവീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടാറ്റയുടെ സർവീസ് അത്യാവശ്യം മോശമാണ്. അത്യാവശ്യം അല്ല, നല്ല രീതിയിൽ മോശമാണ്. കാരണം ഭയങ്കര ഡിലേ ആണ് സർവീസിന്. ചെറിയ ബുഷോ അല്ലെങ്കിൽ വാഷറൊക്കെ മാറ്റാൻ തന്നെ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വാങ്ങുന്നവരെ നല്ല രീതിയിലാണ് അവരെ ഡീലിംഗ് എങ്കിലും വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസിന്റെ കാര്യത്തിൽ ഭയങ്കര അബദ്ധമാണ്. അത് ഇപ്പോൾ എവിടെയാണെങ്കിലും സാധാരണ ഈ EVനെ മാത്രമല്ല എല്ലാത്ത പെട്രോളിന്റെ ഡീസലിന്റെ വാഹനങ്ങളിലും അതേ അവസ്ഥയാണുള്ളത്. ഇന്നലെ സർവീസിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു ബുഷ് മാറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലേ, വൈകുന്നേരത്തോളം ടൈം എടുത്തു ഒരു ചെറിയൊരു ബീഡിങ് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇതിന്റെ സർവീസിന്റെ കാര്യമുള്ളത്. അപ്പൊ ഇനി ബാക്കി ഹിൽ ഹോൾഡിന്റെ ഏതെങ്കിലും ഒരു കയറ്റത്തിൽ വെച്ചിട്ട് നോക്കിയോ മൂവ് ചെയ്യിപ്പിച്ചോ. ഇതാ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ആഞ്ഞിട്ടാണ് വണ്ടി മൂവ് ആകുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ. പിന്നെ വെച്ചാൽ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ വണ്ടി നമ്മൾ വലിയ കയറ്റത്തിൽ ആക്സിലേറ്റർ ഇല്ലാണ്ട് വണ്ടി വലിഞ്ഞു കയറുന്ന ഒരു ഇതുണ്ട്. അത് ചെറിയ സ്പീഡിൽ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടാ. ഇതാ ബാക്കോട്ട് ഒന്ന് ആഞ്ഞിട്ടാണ്. അപ്പൊ നമ്മള് ഈ ഒരു ടാറ്റ ടിയാഗോ EVയുടെ ആക്സിലറേഷൻ ടെസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുന്നുകയറ്റത്തിൽ ബാക്കോട്ട് ഇറങ്ങുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്തു. കുന്നുകയറ്റത്തിന് വണ്ടി ബാക്കോട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം 100% ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വണ്ടി ബാക്കോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ 0 to 100 ഡ്രൈവ് മോഡിലാണെങ്കിൽ 18 സെക്കൻഡും അതുപോലെ തന്നെ ഒരു സ്പോർട്സ് മോഡിൽ ഇടുമ്പോൾ ഏകദേശം 12 സെക്കൻഡ് ഉള്ളിലായിട്ട് ഇതിന്റെ ഒരു ആക്സിലറേഷൻ ടെസ്റ്റും നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. ഈ ഒരു വണ്ടിയുടെ ആക്സിലറേഷൻ ടെസ്റ്റിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹിൽ ഹോൾഡിന്റെ കാര്യങ്ങളുള്ളത്. ഹിൽ ഹോൾഡ് ഇതിൽ നിർബന്ധമായി കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷെ അത് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചാൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.